നേരെ നമ്മൾ മൂന്നാറിലേക്ക് പോവുകയാണ്. അവിടെ പടയപ്പയുണ്ട്. കാടിറക്കം പതിവാക്കിയ പടയപ്പ ഇന്ന് സംഘവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച കാട്ടുകൊമ്പനൊപ്പം 3 ആനകളും കൂടിയുണ്ട്. മൂന്നാർ ഗ്രഹംസ് ലാൻഡ് എസ്റ്റേറ്റിനോട് ചേർന്ന ഭാഗത്താണ് ആനക്കൂട്ടം കറങ്ങുന്നത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ഇടുക്കിയിൽ നിന്നും ജെയിനസ് രാജു നൽകും വിവരങ്ങൾ. ജെയിൻ, തവണ പടയപ്പ ഒറ്റയ്ക്കല്ല, കൂട്ടുകാരുമുണ്ട്. ഏതൊക്കെ മേഖലയിലാണ് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ആന? ജനങ്ങൾ പരിഭ്രാന്തിയിലാണോ ജെയിൻ? പ്രജീഷ്, കഴിഞ്ഞ കുറച്ച് നാളുകളായി ജനവാസ മേഖലയിൽ തന്നെയാണ് പടയപ്പ ഉള്ളത്. ഇന്നിപ്പോൾ ഗ്രാംസ് ലാൻഡ് എസ്റ്റേറ്റിലെ കൊരണ്ടിക്കാട് എന്ന് പറയുന്ന പ്രദേശത്താണ് ആന എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ആന മതപ്പാടിലായിരുന്നു. മതപ്പാടിൻ്റെ ആ ലക്ഷണങ്ങൾ കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കാട്ടാനക്കൂട്ടം പടയപ്പയ്ക്കൊപ്പമുണ്ട്. പക്ഷേ മുൻ ദിവസങ്ങളെക്കാൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 3-4 ആഴ്ചകൾക്ക് മുമ്പ് കുറച്ച് അക്രമാസക്തനായിരുന്ന പടയപ്പയല്ല ഇപ്പോൾ കാണുന്നത്. കുറച്ചുകൂടി ശാന്തനായിട്ടുള്ള ഒരു ആനയാണ്. വാഹനങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾക്കൊന്നും മുതിരുന്നില്ല. ജനവാസ മേഖലയിലൂടെ തന്നെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ പ്രശ്നം. എന്നാൽ മുൻപുണ്ടായിരുന്നതുപോലെ വാഹനങ്ങൾക്ക് പുറകെ പ്രകോപിതനായി ഓടിയെത്തുകയോ അല്ലെങ്കിൽ വാഹനങ്ങളെ ആക്രമിക്കുകയോ ചെയ്യുന്ന തരത്തിലേക്ക് പടയപ്പ മാറിയിട്ടില്ല. അതിൻ്റെ ആ പൂർവ്വസ്ഥിതി അല്ലെങ്കിൽ മുൻപ് ശാന്തനായി ഉണ്ടായിരുന്ന പടയപ്പയുടെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ജനവാസ മേഖലയിൽ ഈ ആനകൾ എത്തുന്നത് തീർച്ചയായിട്ടും ആളുകളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നതാണ്. കാരണം ഏത് സമയത്താണ് ആന പ്രകോപിതനാകുന്നത് എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ തോട്ടം തൊഴിലാളികളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്, അവരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് RRT സംഘമൊക്കെ ഇപ്പോൾ മൂന്നാറിൽ കൂടുതലായി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ചൂട് കാലാവസ്ഥയാണ്. ആനകൾ, വന്യജീവികൾ കൂട്ടമായി പുറത്തേക്ക് എത്തുകയാണ്. വെള്ളത്തിനും മറ്റും താഴ്ന്ന പ്രദേശത്തേക്ക് എത്തുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. പടയപ്പ മാത്രമല്ല, മറ്റ് കാട്ടാനകളും, പ്രത്യേകിച്ച് ചിന്നക്കനാലിലൊക്കെയുള്ള കാട്ടാനകൾ മുഴുവൻ സമയവും ഏതാണ്ട് ആനയിറങ്കൽ ഡാമിന് സമീപത്ത് തന്നെ തുടരുകയാണ്. അവിടെയാണ് 301 കോളനിയും സിംഗുകണ്ടവും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലയിലുള്ള കാട്ടാനകൾ ജനവാസ മേഖലയിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും.